ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിഡാസ് ബ്യൂട്ടി ലാബ് എന്ന് പറയുന്നത് മിഡാസ് ബ്യൂട്ടി മാർട്ട് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. ആക്ച്വലി നമ്മൾ സലൂണോ അല്ലെങ്കിൽ അക്കാഡമിയോ ഒന്നുമല്ല. പലരും വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കോഴ്സ്, അതല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ക്ലാസ്, അതല്ലെങ്കിൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യണം, കെരാറ്റിൻ ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാ വീഡിയോയിലും പറയുന്നത്. നമ്മൾ സലൂണോ അക്കാഡമിയോ അല്ല, സലൂണിലേക്കുള്ള പ്രോഡക്ട്സ് ലൈക്ക് എക്യുപ്മെൻറ്റ്സ്, കോസ്മെറ്റിക്സ്, ഫർണിച്ചർ, സ്കിൻ കെയർ ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, മിഡാസ് ബ്യൂട്ടി മാർട്ട് എന്ന് പറഞ്ഞിട്ട്. സെയിം പേരിൽ തന്നെ ഫേസ്ബുക്കിലുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ കഴിയും. അതല്ലാതെ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ നമ്മുടെ കടയിലെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പലപ്പോഴും വാക്സിങ്ങിനെ കുറിച്ചുള്ള കുറേയേറെ സംശയങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ വാക്സിങ്ങിൽ തന്നെ പലപ്പോഴും ഇവിടെ വരുന്ന ആളുകൾ വാക്സ് എടുത്തിട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അതിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഒരു പ്രീ വാക്സിങ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വാക്സിങ് കാര്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണോ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഞാൻ പറയുന്നു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ക്ലയൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രീ വാക്സിങ്ങും അതേപോലെ തന്നെ പോസ്റ്റ് വാക്സിങ്ങും. ഈ രണ്ട് മെത്തേഡും നമ്മുടെ ക്ലയൻറ്റിനെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ, അതായത് ആഫ്റ്റർ വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ അത് ഉണ്ടാവാതെ ഇരിക്കുന്നതിനും, അതുപോലെ തന്നെ പ്രീ വാക്സിൻ സെക്ഷനും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സലൂൺ നടത്തുന്ന ആളുകൾ ഒരു കൺസൾട്ടിങ്, അത് നമ്മൾ ഹെയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മേക്കപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതൊക്കെ സത്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ മേക്കപ്പിൻ്റെ ചെയ്തിട്ട് ആക്ച്വലി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ ആളോട് പറയുന്നത് നല്ല മേക്കപ്പാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല, അവരെ സംബന്ധിച്ച് എന്താ മേക്കപ്പ് ഇട്ടു എന്നുള്ള ഫീൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കൺസേൺ ഉള്ള ആളുകളെ ഉറപ്പായിട്ടും നിങ്ങളൊരു പ്രീ മേക്കപ്പ് നിങ്ങളുടെ സലൂണിലോ നിങ്ങളുടെ മേക്കപ്പ് സ്റ്റുഡിയോയിലോ വിളിച്ച് വരുത്തിയിട്ട് ചെയ്തിട്ടേ കൺഫേം ചെയ്യാവുള്ളൂ. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു കൺസൾട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ എന്തിനാണ് കൺസൾട്ടേഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോയും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രീ കൺസൾട്ടേഷൻ, നമ്മളൊരു ക്ലയൻറ്റ് എന്ത് കാര്യത്തിന് വന്നാലും അവരോടൊന്നും സംസാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഞാൻ നന്നായിട്ട് സ്മൂത്തനിങ് ചെയ്യണതാണ്, നന്നായിട്ട് സ്ട്രെയിറ്റിങ് ചെയ്യുന്നതാണ്, പക്ഷേ എനിക്ക് ഈ തവണ ചെയ്തിട്ട് ശരിയായില്ല, എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ അവരോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് ഞാനീ പറയുന്നത്. പല കാര്യങ്ങളുണ്ട്, അതിലൊരു കാര്യം, നമ്മുടെ ക്ലയൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ഹെയർ ഒരു കൺസൾട്ടേഷൻ കൊടുക്കണം. അത് ചെയ്യാറില്ല പലരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. ആ ക്ലയൻറ്റിനോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ ഹെയർ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണോ, ചെയ്തിട്ട് എത്രയായി, ഹെന്ന ഉപയോഗിക്കാറുണ്ടോ, പല കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഹെന്നയുടെ ഉപയോഗം. ഹെന്ന ഉപയോഗിച്ചിട്ടൊരു ക്ലയൻറ്റ് വന്നാൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്ലയൻറ്റ് പറഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അവർക്ക് ചിലപ്പോൾ പറയാനുള്ള മടി ഉണ്ടാവും. പക്ഷേ ആ ഹെന്ന ഉപയോഗിച്ചാണ് ചെയ്യാനുള്ള, നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഹെന്ന ഉപയോഗിച്ച ഒരു ഹെയറിലാണെങ്കിൽ, പ്രത്യേകിച്ച് റീസെൻ്റിൽ ഉപയോഗിച്ചാണെങ്കിൽ, നിങ്ങൾ കെമിക്കൽ ഇട്ടാൽ അത് ഹെയറിലേക്ക് പെനട്രേറ്റ് ചെയ്യുകയോ വർക്ക് ചെയ്യുകയോ ചെയ്യില്ല. ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ, ഞാൻ ഈ വാക്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ക്ലയൻറ്റിന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്ന, ഇനിയിപ്പോൾ സലൂൺ നടത്തുന്നവർ മാത്രമല്ല അല്ലാത്തവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാക്സിങ്ങിന് പ്രിപ്പയർ ആവുമ്പോൾ, നമ്മൾ വാക്സ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ, അത് ഒന്നെങ്കിൽ സലൂൺ നടത്തുന്ന ആളുകൾ നമ്മുടെ ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുക. ഇനി സെൽഫായിട്ട് വാക്സ് ചെയ്യുന്നവരുണ്ടാവും, ഒത്തിരി പേരുണ്ടാവും. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സുകൾ തന്നെ പലതരത്തിൽ നമ്മളുടെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിലേറ്റവും നല്ല വാക്സ് നമ്മൾ പറയുന്നത് ലിപ്പോസോലബിൾ വാക്സാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് ലിപ്പോസോലബിൾ വാക്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽസാണ് മെയിൻലി അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് എന്താ പറയുക, ഇപ്പോൾ ഹണി വാക്സ് അല്ലെങ്കിൽ നമ്മുടെ ഒട്ടനവധി വാക്സുകൾ കുറഞ്ഞ റേറ്റിൽ വരുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഷുഗർ
ആണ് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഉണ്ടാവുക. അത് നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും ഭയങ്കര കനത്തിൽ വെക്കുകയും ചെയ്യണം. അത് പൊളിച്ചു കഴിഞ്ഞാൽ പോരാനും പാടാണ്, കൂടുതലും പെയിൻഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെയറിനെ പൊട്ടിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ വെജിറ്റബിൾ ഓയിൽസ് അടങ്ങിയിട്ടുള്ള ലിപ്പോസോലബിൾ വാക്സാണ് എപ്പോഴും ക്ലയൻറ്റിനും നമുക്കും കംഫർട്ടബിൾ. ക്ലയൻറ്റിന് പെയിൻ ലെസ് ആയിരിക്കും. പലരും ചോദിക്കും പെയിൻ ഇല്ലാത്ത വാക്സ് ഉണ്ടോയെന്ന്. അങ്ങനത്തെ ഒരു വാക്സ് ഉണ്ടാവാൻ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ പെയിൻലെസ് വാക്സ് എന്നാണ് പറഞ്ഞു വരിക. അതിന് കാരണം ഇത് വെജിറ്റബിൾ ഓയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഇനി ഈ പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ പ്രീ വാക്സും ആഫ്റ്റർ വാക്സും യൂസ് ചെയ്യേണ്ടത്. പ്രീ വാക്സിങ്, അതായത് ഒരു വാക്സിങ്ങിന് നമുക്കൊരു ബുക്കിംഗ് വന്നാൽ ആദ്യം തന്നെ നമ്മുടെ ക്ലയൻറ്റിനോട് നമ്മൾ പറയേണ്ടത്, ഞാൻ പറഞ്ഞു വരുമ്പോൾ കാർഡ് ഇങ്ങനെ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുകൊണ്ട് നമ്മളിതൊരു എന്താ പറയുക അങ്ങനെ ഒരു എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വാക്സിങ്ങിൻ്റെ കാര്യത്തിലേക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. വാക്സിങ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ക്ലയൻറ്റിനോട് ആദ്യമേ തന്നെ പറയേണ്ട ഒരു കാര്യം, കാരണം നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകൾ, നിങ്ങൾക്കറിയാം നമുക്കറിയാം, കോസ്മെറ്റിക്സുകൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. സ്കിൻ കെയർ റുട്ടീൻസിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കോസ്മെറ്റിക്സുകൾ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതും എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫോളിക്കിൾസൊക്കെ കുറച്ച് അടഞ്ഞ പോസൊക്കെ ക്ലോസ് ആയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ചിലപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്കിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്കിൻ ഒന്ന് പ്രിപ്പയർ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് വാക്സിങ്ങിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ സ്ക്രബിങ് എക്സ്പോളിറ്റേഷൻ, അതായത് നമ്മൾ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വാക്സ് ചെയ്യാൻ പോകുമ്പോൾ നല്ല വൃത്തിക്ക് വാക്സിങ്, അതായത് സലൂൺ നടത്തുന്നവരെ സംബന്ധിച്ച് ആ വർക്ക് ചെയ്യുന്ന കാര്യം വളരെ ക്ലീൻ ആവുകയും ചെയ്യും. കസ്റ്റമർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പെയിൻ കുറച്ച് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. മാത്രമല്ല പ്രോപ്പറായ വാക്സിങ് നടക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് സ്ഥലങ്ങളിൽ ഈ പറയുന്ന ചിലപ്പോൾ ഇതിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വാക്സ് പിടിക്കില്ല, അത് പ്രോപ്പറായിട്ട് നടക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെയിൻഫുള്ളായിട്ട് വരികയും ചെയ്യും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനോട് അതല്ലെങ്കിൽ വാക്സിങ്ങിന് തയ്യാറെടുക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. 2, നമ്മുടെ സ്കിന്നിൽ നിങ്ങൾക്കറിയാം സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു ഗ്രന്ഥിയുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഓയിൽസ് നമ്മുടെ ശരീരത്തിലേക്ക് പുറപ്പെടുവിക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയായിരിക്കും. അത് പറഞ്ഞു വന്ന് വീണ്ടും ഒരു സൈഡിലേക്ക്. അപ്പോൾ ഈ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ നിലനിർത്താനും ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കാനും ഈ കാര്യങ്ങൾ നമ്മൾ വാട്ടർ പ്രൂഫായിരിക്കണം, നമ്മുടെ സ്കിന്നിൻ്റെ വാട്ടർ പ്രൂഫായിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വാക്സിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശരിക്കും പ്രീ വാക്സിങ് ഓയിൽസും ജെല്ലും കിട്ടാറുണ്ട്, ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രീ വാക്സിങ് ജെല്ലിൻ്റെ ഗുണം അത് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻലി എന്നുള്ളത് ഞാൻ ഒന്നുകൂടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പ്രീ വാക്സിങ് ജെല്ല് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ ക്ലയൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളറിയാതെ ചിലപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻഡിലൂടെ വരുന്ന ഓയിൽസ്, അതിൽ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച ചിലപ്പോൾ സോപ്പ് ഇട്ടതിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിൻ്റെ, സൺസ്ക്രീൻ ഉപയോഗിച്ചതിൻ്റെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാകും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയറായിട്ട് വളരെ പെയിൻ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരവസരം ഇതിലൂടെ ഉണ്ടാവും. ഇതാണ്, അതായത് നമ്മുടെ സ്കിന്ന് ആക്ച്വലി വാക്സിങ്ങിന് പ്രിപ്പയർ ആയിരിക്കും. അതിനാണ് നമ്മൾ മെയിൻലി ഈ പറയുന്ന പ്രീ വാക്സിൻ ജെല്ലോ ഓയിലോ ഉപയോഗിക്കുന്നത്. ദെൻ അതിന് ശേഷം നിങ്ങൾക്കറിയാം വാക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഈ പറയുന്ന ഈ കോസ്മെറ്റിക്സ് നേരത്തെ ഉപയോഗിച്ച ഓയിൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് വലിക്കുക അല്ലെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ ഇതാവുന്ന സമയത്ത് കൂടുതൽ റെഡ്നെസ്, ചിലരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ റെഡ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇച്ചിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ആദ്യത്തെ 24 to 48 മണിക്കൂർ, അതായത് ആദ്യത്തെ 1-2 ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പ്രത്യേകിച്ചും വാക്സിൻ കഴിഞ്ഞാൽ. അപ്പോൾ അതില്ലാതിരിക്കാനും ഒരു മോയ്സ്ചർ കൊടുക്കാനും സ്കിന്ന് ഒന്ന് ഒരു കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആഫ്റ്റർ വാക്സ് ഓയിലാണ് കൂടുതലും വരാറിപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യണതുകൊണ്ട് ക്ലയൻറ്റിനും പ്രത്യേകിച്ചും നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കും ഒരു കോൺഫിഡൻസ് ആണ്, അവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല എന്നുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ആഫ്റ്റർ വാക്സ് ഓയിലോ ജെല്ലോ ഏതാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ചെറിയ റീല് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ആ സാധനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രീ വാക്സിൻ, ആഫ്റ്റർ വാക്സിൻ. അതിൽ ആഫ്റ്റർ വാക്സിൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്നിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ ക്ലയൻറ്റ് ഭയങ്കര കംഫർട്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവാനും നിങ്ങളുടെ ക്ലയൻറ്റ് കംഫർട്ടാവാനും ഈ പ്രീ ആൻഡ് പോസ്റ്റ് വാക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. അത് വാക്സിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റെപ്പാണ്. പക്ഷേ പലരും അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. 1-2 ആൾക്കാർ അതിന് തുറന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളും അതുപോലെ തന്നെ വാക്സിൻ ചെയ്യുന്ന ആളുകളും, അതൊരു ചെറിയ പ്രോസസ്സല്ല. എല്ലാവരും വിചാരിക്കുന്ന ഇത് ഇങ്ങനെ അങ്ങോട്ട് തേച്ചിട്ട് റിമൂവ് ചെയ്താൽ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ പ്രോസസ്സാണ്. അങ്ങനെയല്ല. ശരിക്കും വാക്സിങ്ങിന് നല്ല തയ്യാറെടുപ്പ് വേണം. ആ തയ്യാറെടുപ്പ് നമ്മളുടെ കൺസൾട്ടേഷനിലൂടെ, ഒപ്പം തന്നെ ക്ലയൻസും സ്വയം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പെയിൻ കുറയാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന് നമുക്ക് ജീവിതാവസാനം വരെ വേണ്ടതാണ്. അത് പ്രോപ്പറായിട്ട് മോയ്സ്ചർ ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പെട്ടെന്ന് റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു പോസ്റ്റ് വാക്സിൻ, പ്രീ വാക്സിൻ ഒരു സ്റ്റെപ്പ് ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. ഇതൊരു പറയാനായിട്ടാണ് പറഞ്ഞു വന്നപ്പോൾ. എന്താ പറയുക, ഇങ്ങനെ വൈഡായി പോവുകയാണ് ഓരോ സബ്ജക്റ്റും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഇന്നത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. വാക്സിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്സിനുമായി ബന്ധപ്പെട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യെസ് ഓർ നോ പോലെ ഒരു ചെറിയ റിപ്ലൈ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ റിപ്ലൈ ചെയ്യും. അതല്ല, ചില ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എലാബറേറ്റ് ചെയ്തിട്ട് പറയേണ്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ ഓരോ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയാണെന്ന് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സംശയങ്ങൾ അറിയുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ വീഡിയോയും നമുക്ക് ഇനി വീണ്ടും കാണാം. ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ID മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി, ഫേസ്ബുക്ക് അത് തന്നെയാണ്. നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഫോളോ ചെയ്യുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് മറ്റുള്ള വീഡിയോകളൊക്കെ കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയും മിഡാസിൻ്റെ പുതിയ വിശേഷങ്ങളുമായി മിഡാസ് കൊച്ചി അടുത്തൊരു വീഡിയോയിലേക്ക് വരും വരെ തൽക്കാലം വിട പറയുന്നു. ബൈ.